ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. CBIയും EDയും മറ്റും രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിച്ച് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ നശിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന UDF മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ സംരക്ഷണം ഉറപ്പാക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളെ BJP പിടിച്ചെടുക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു. ഇവർ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്തെ വൈവിധ്യങ്ങളെ BJP ബഹുമാനിക്കുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്കുമേൽ ഒരു ചരിത്രവും ഒരു പാരമ്പര്യവും ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാനാണ് BJP ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബൊക്കയിലെ പൂക്കൾ പോലെയാണ്. കേരളവും ഇതുപോലെയാണ്. കേരളത്തിലെ ഓരോ കുടുംബവും ഓരോ പൂച്ചെണ്ട് പോലെയാണ് ഇരിക്കുന്നത്. ഓരോ പൂവും വ്യത്യസ്തതയുള്ളതാണ്. ഈ പൂക്കളെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ 10 മടങ്ങ് മനോഹരമായി മാറുകയാണ് ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. No political party has attempted what the BJP is trying in India today. The Constitution is the foundation of modern India. It is what gives our people equal rights and equal opportunities. And our Constitution is protected by the institutions of our country. The judiciary, the police, the intelligence agencies, the CBI, ED, these are all actually supposed to be protectors of the Constitution and protectors of the rights of India's people. And by capturing each one of these institutions, by using the ED, the CBI as political weapons, the BJP is trying to change the very nature of our country. The Congress Party and the UDF accept the diversity of India. അബ്ദുൽ കരീം ചേലേരി, K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KM ഷാജി, രമേശ് ചെന്നിത്തല, അബ്ദുറഹ്മാൻ കല്ലായി, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, സണ്ണി ജോസഫ് MLA, സജീവ് ജോസഫ് MLA എന്നിവരും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.